കാലുകളുടെ ചലനത്തിന് വ്യത്യാസം വരും. കരയുന്ന കാലത്ത് കാലുകൾ ചലിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ഓർഡറും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കും. ഡാൻസിങ്ങിൻ്റെ കാലം വരുമ്പോൾ കാലിൻ്റെ ചുവടുകൾ എങ്ങനെയാണ്? ദ്രുതഗതിയിലാണ്. കണ്ണുനീരിൻ്റെ കാലത്തെ സന്തോഷത്തിൻ്റെ കാലമായി, പാട്ടിൻ്റെ കാലമായി, ആനന്ദ നൃത്തത്തിൻ്റെ കാലമായി കർത്താവ് മാറ്റും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും വീണ്ടും ഒരു ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. ഇതിൽ നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കാൻ പോവുകയാണ്. ഇതിൽ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് പ്രാപിക്കാൻ പോവുകയാണ്. കാര്യങ്ങൾ നീട്ടി കർത്താവിന് നന്ദി പറയാമോ? ഒരു പുതിയ ദിവസത്തിന് വേണ്ടി, ഒരു പുതിയ വീക്കെൻഡിന് വേണ്ടി. ഹല്ലേലൂയ. വീക്കെൻഡ് ആകുമ്പോൾ കൂടുതൽ കർത്താവിൻ്റെ മക്കളുമായിട്ട് ഈ സൺഡേ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് ഈ ദിവസങ്ങളെല്ലാം നമുക്ക് മീറ്റിങ്സ് നടക്കുന്നു, അതൊരു കാര്യം. എന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ വീണ്ടും ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും മറ്റൊരു അവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ. ആമേൻ. അത് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറുണ്ട്. അതിന് ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് സ്പെഷ്യലി പ്രാർത്ഥിക്കാം. അങ്കമാലിയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. ഇന്ന് വെൽവിഷറിൻ്റെ 32nd വിവാഹ വാർഷികമാണ്. വാവ്. പ്രേസ് ഗോഡ് ഫോർ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. 32 years. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തെ ആ ഡിക്ലറേഷൻ അനുസരിച്ച് ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് ഈ കുടുംബത്തിന് ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. ആമേൻ. പാസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഓരോ പ്രൊഫറ്റിക് വേർഡ്സും റിസീവ് ചെയ്ത വ്യക്തികൾക്ക് ഇങ്ങനത്തെ ഒരു ടെസ്റ്റിമണി ഉണ്ടാകും. അങ്ങനത്തെ ഒരു ടെസ്റ്റിമണി ലഭിച്ച ഒരു ഫാമിലിയാണ് ഈ മാസത്തെ ബ്ലെസ്സിങ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഇനിയും കൂടുതൽ ആൾക്കാർക്ക് ലഭിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. 32 വർഷം അങ്ങ് വഴി നടത്തിയുള്ള കർത്താവെ, താങ്ക് യു ലോർഡ് ഫോർ ദിസ് ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവ് ഈ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ. അപ്പോൾ തന്നെ ഏപ്രിൽ മാസത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾ ഇതിൻ്റെ മുകളിൽ കർത്താവ് ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ഭാവി ഞങ്ങൾ സ്പെഷ്യലി ബ്ലെസ് ചെയ്യുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. നല്ല ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ മകൻ്റെ ലൈഫിൽ വലിയ ഡിവൈൻ ബ്ലെസ്സിങ്സ് വന്ന് ചേരട്ടെ. അപ്പോൾ തന്നെ സ്ഥല വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വിഷയങ്ങളുടെ മേൽ, പൂർത്തിയാകാത്ത ചില കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ ആക്സലറേഷൻ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂരിൽ നമ്മുടെ ഗ്യാതറിംഗ് മീറ്റിംഗ് നടക്കുകയാണ്. ബ്രദർ ബിബി മാത്യു വർഷിപ്പ് ലീഡ് ചെയ്യുന്നു. ഞാൻ നേരിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു ടീം ഉണ്ടായിരിക്കും. ഐ കാൺട്ട് വെയിറ്റ് ടു ബി അലോങ് വിത്ത് ഓൾ ഓഫ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ച, ഒരു ആഴ്ചത്തിന് ശേഷം നമുക്ക് ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. ഇതിലുള്ള മാരീഡ് കപ്പിൾസിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് കുടുംബമായി ദമ്പതികളായിട്ട് നിങ്ങൾക്ക് കപ്പിൾസായിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് അബ്രോഡാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് തനിച്ച് വരുവാൻ സാധിക്കും. ബട്ട് ഇറ്റ് ഈസ് ഓൺലി ഫോർ മാരീഡ് പീപ്പിൾ. സോ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അതിൻ്റെ രജിസ്ട്രേഷൻ ഈ സൺഡേത്തുള്ളിൽ ക്ലോസ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു രജിസ്റ്റർ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഇവൻറ്റ്. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. എത്ര പേരുടെ കയ്യിലുണ്ട് ഡിവോഷണൽ ഡയറി? അതിൽ ഇന്ന് ഏപ്രിൽ 24 ഫ്രൈഡേ. ഒരുപക്ഷെ നിങ്ങളിത് കാണുന്നത് അതിന് ശേഷമായിരിക്കാം, ലൈവായിട്ടായിരിക്കില്ല. ആ ദിവസമായിരിക്കണമെന്നില്ല. ഏത് ദിവസമായാലും കണ്ടൻറ് ഈസ് ദ സെയിം. പക്ഷെ അതേ ദിവസം കാണുന്നവർ ഭാഗ്യവാന്മാർ. നോട്ട്സ് എഴുതുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാർ. കമൻറ്റ് സെക്ഷനിലിടുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാർ. കാരണം ലോകം മുഴുവൻ നിങ്ങളുടെ സാക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത്, വചനത്തോട് ചേർന്ന് നിൽക്കുന്നത്, വചനത്തോടൊരു ഐക്യദാർഢ്യം, ഒരു സോളിഡാരിറ്റി ഒക്കെ പറയുന്നത്, കാണിക്കുന്നത് വളരെ നല്ലതാണ്. യാ. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് ഈസ് ഹാർവെസ്റ്റ്. ഏപ്രിൽ 24 ഫ്രൈഡേ. ഫോക്കസ് വേർഡ് ഹാർവെസ്റ്റ്. കൊയ്ത്ത്. എല്ലാവരും പറഞ്ഞ കൊയ്ത്ത്. അപ്പം ഇന്ന് കാണുന്നവർ മാത്രം, ഇപ്പം ഇത് കാണുന്നവരെല്ലാം, ഇനി അത് എപ്പോൾ കണ്ടാലും ഹാർവെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഹാർവെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നൊരു ഐഡിയ കണ്ടാൽ ഇന്ന് അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ കമൻറ്റ്സ് ഇടയ്ക്ക് വായിച്ച് നോക്കുന്ന ആളാണേ. എല്ലാ കമൻസും വായിച്ചില്ലെന്നിരിക്കും, പക്ഷേ മാക്സിമം ഞാൻ ഇങ്ങനെ നോക്കും. ഇന്നത്തെ ഫോക്കസ് വേഴ്സ്
Psalm 126 and verse number 5. സങ്കീർത്തനങ്ങൾ 126:5. Those who sow in tears will reap with songs of joy. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഇതിനെ ബേസ് ചെയ്ത് പ്രസംഗങ്ങൾ, പാട്ടുകൾ, ആരാധനാഗീതങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേർക്കുള്ള ആശ്വാസത്തിൻ്റെ ഒരു വചനം കൂടിയാണ് ഈ ഭാഗം. Those who sow in tears will reap with songs of joy. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്നാണ് മലയാളത്തിലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് വിത്ത് സോങ്സ് ഓഫ് ജോയ്. സന്തോഷത്തിൻ്റെ പാട്ടുകളുമായി, ആനന്ദത്തിൻ്റെ പാട്ടോടെ, ഗാനങ്ങളോടെ അവർ കൊയ്തു കൂട്ടും എന്നാണ് ശരിക്കും വരേണ്ടത്. ഡെക്ലറേഷൻ നോക്ക്. എവ്രി സീഡ് ഐ ഹാവ് സോൺ പ്രൊഡ്യൂസസ് എ ജോയ്ഫുൾ ഹാർവെസ്റ്റ്. ഞാൻ വിതച്ചിട്ടുള്ള ഓരോ വിത്തും സന്തോഷത്തിൻ്റെ കൊയ്ത്ത് ഉൽപ്പാദിപ്പിക്കുന്നു. മൈ റീപ്പിംഗ് സീസൺ ഹാസ് ബിഗൺ. എൻ്റെ കൊയ്ത്തിൻ്റെ കാലം തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്നവർ ചുമ്മാ കേട്ടാൽ പോരാ. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, എഴുതേണ്ടത് എഴുതുക, വാ കൊണ്ട് പറയേണ്ടത് വാ കൊണ്ട് പറയുക. ഇതിൻ്റെ ലിങ്ക് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് കാണും, അതിലൊന്ന് ടൈപ്പ് ചെയ്യുക, അതിലൊന്ന് കുത്തുക. അത് എന്നെ ലൈക്ക് ചെയ്യുന്നതല്ല, ആക്ച്വലി അത് ദൈവവചനത്തെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രം അതൊന്ന് ലൈക്ക് ചെയ്യുക. ഇതൊക്കെ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതനുസരിച്ചാണ് ഇത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്താൻ സഹായിക്കുന്നത്. അതല്ലാതെ എനിക്ക് ഒരാളുടെയും ലൈക്ക് വേണ്ട. നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുന്ന കർത്താവുണ്ട്. അതിന് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഇത് റീച്ച് ഔട്ട് ചെയ്യണം, ആയിരങ്ങളിലേക്ക് ഇത് എത്തണം. അതിന് വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളൂ. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്ന് തന്നെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ റിബൺ ഉപയോഗിക്കുക. ഈ റിബൺ ഉപയോഗിച്ച് ആ ഭാഗത്ത് ഇന്നത്തെ പേജിലുള്ളത് നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. ഹാർവസ്റ്റിനെ കുറിച്ച് 4 കാര്യം പറഞ്ഞോട്ടെ, എഴുതിയെടുക്കൂ, കമൻറ്റ് സെക്ഷനിൽ ഇടൂ. നമ്പർ 1, ഹാർവസ്റ്റ് ഫോളോസ് സോയിങ്, നോട്ട് വിഷ്ഫുൾ തിങ്കിങ്. വിതയ്ക്ക് പിന്നാലെയാണ് കൊയ്ത്ത് വരുന്നത്, മോഹത്തോടെ ചിന്തിക്കുന്നതിലല്ല. ഒരാൾ കൊയ്ത്തിന് വേണ്ടി മോഹിച്ചിരിക്കുകയാണ്. അങ്ങനെ മോഹിച്ചത് കൊണ്ട് കൊയ്ത്ത് വരൂ? ഇല്ല, വിതയ്ക്കണം. വിതയുടെ പിന്നാലെ കൊയ്ത്ത് വരുന്നു, മോഹത്താലല്ല. കൊയ്ത്ത് വരുന്നത് മോഹം കൊണ്ടല്ല, വിതയുടെ പിന്നാലെയാണ്. കാരണം അവിടെ പറയും ദോസ് ഹു സോ, വിതയ്ക്കുന്നവർക്ക് ആണ് കൊയ്ത്തുള്ളത്. വിതച്ചാൽ മാത്രമേ കൊയ്ത്തുള്ളൂ, വിതയ്ക്ക് ശേഷം മാത്രമേ കൊയ്ത്ത് വരികയുള്ളൂ. ഹാർവസ്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇൻറ്റൻഷണൽ സോയിങ്. ഇവിടെ ഭൂമിയിൽ വളരുന്ന സസ്യലതാദികൾ എടുത്താൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനഃപൂർവ്വമായി പ്ലാന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരുന്നതുകൊണ്ട്. നോർമലി ഇപ്പോൾ നിങ്ങൾക്കൊരു 5 സെൻറ്റ് ഭൂമിയുണ്ട്, ഒരു ഭാഗത്ത് വീടിരിക്കുന്നു, ബാക്കി ഭാഗം മുറ്റമാണെന്നിരിക്കട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. അവിടെ ഒന്നും ചെയ്യാതിട്ടേക്കുക. ഒന്നും ചെയ്യാതിട്ടാലും ആ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ വളരും. വിഷമുള്ളതോ വിഷമില്ലാത്തതോ മുള്ളോ അല്ലെങ്കിൽ ചില നല്ലതെന്ന് തോന്നുന്ന ചെടികളുടെ വിത്തുകൾ വീണാൽ അതും വളരും. പക്ഷെ ആരും വളർത്തുന്നതല്ല, തന്നെ വളരുന്നവർ. പക്ഷെ നമ്മളതിനെ പൊതുവെ കള എന്നാണ് പറയുന്നത്. കള, വിളയല്ല, കള. നല്ല സീഡും ഉണ്ട്, വീടും ഉണ്ട്. വീടെന്ന് പറഞ്ഞാൽ കളയാണ്, ടേഴ്സ്, കളകൾ. ശരിയായ കൊയ്ത്ത് വരുന്നത് മനഃപൂർവമായി വിതയ്ക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടി നിലമൊരുക്കി, ഇല്ല, ചില സമയത്ത് കലപ്പ കൊണ്ടൊക്കെ ഉഴുതു മറിക്കേണ്ടി വരും. കട്ടകളെല്ലാം ഉടച്ച് ഈ മണ്ണ് ലൂസാക്കി മണ്ണിനെ ഇളക്കി നനച്ച് അവിടെ വിത്ത് പാകി വീണ്ടും നനച്ച് സൂര്യപ്രകാശം ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് പരിരക്ഷിച്ച് വരുമ്പോൾ വളർന്നു വരുന്നതാണ് ശരിയായ കൊയ്ത്ത്. ആണോ? അതിൻ്റെ പുറകിൽ നല്ല അധ്വാനമുണ്ട്. ഒരു കൃഷിക്കാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇനി ഗലാത്യലേഖനം 6:7 എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ഒരാൾ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. ഓക്കെ, എ മാൻ റീപ്സ് വാട്ട് ഹി സോസ്. ഒരാൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യുള്ളൂ. സഭാപ്രസംഗി 11:6, എക്ലീസിയാസ്റ്റിസ് 11 and verse number 6, സോ ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. രാവിലെയും വൈകിട്ടും വിതയ്ക്കുക എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കരുത്.
2 കൊരിന്ത്യർ 9:6 പറയുന്നത്, 2 Corinthians 9:6 പറയുന്നത്, ഹൂ എവർ സോസ് ജനറസ്ലി വിൽ റീപ്പ് ജനറസ്ലി. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അല്പം വിതച്ചാൽ അല്പം കൊയ്യും. എല്ലാവരും നിന്നോട് ചേർന്ന് പറഞ്ഞ്, അല്പം വിതച്ചാൽ അല്പം കൊയ്യും, ധാരാളമായി വിതച്ചാൽ ധാരാളം കൊയ്യും. പിശുക്കി പിശുക്കി വിതച്ചാൽ, പറഞ്ഞേ, പിശുക്കി പിശുക്കി അത്രയും കൊയ്യും അല്ലേ, വളരെ കുറച്ചേ കൊയ്യുള്ളൂ. എന്നാൽ പിശുക്കില്ലാതെ ധാരാളമായി ജനറസായി വിതച്ചാൽ അതനുസരിച്ച് കൊയ്യും. 1 പറ മാത്രം വിതയ്ക്കുന്നില്ലെങ്കിൽ അതിനുള്ളത് കൊയ്യും. 100 പറ വിതച്ചാൽ അതിനുള്ളത് കൊയ്യും. സിമ്പിൾ. നമ്പർ 2, sowing sometimes happens in painful seasons. പലപ്പോഴും വിതയ്ക്കുന്നത് വേദന നിറഞ്ഞ കാലഘട്ടത്തിലായിരിക്കും. അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവേണ്ട അനുഭവം എന്താണ്. sowing sometimes happen in painful situations. വളരെ വേദന നിറഞ്ഞ കാലഘട്ടത്തിലാണ് പലപ്പോഴും വിത നടക്കുന്നത്. അവിടെ പറയുന്നു സോ വിത്ത് ടീയേഴ്സ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. എൻ്റെ അർത്ഥം വിത അത്ര എളുപ്പമല്ല. വിതയുടെ കാലം എളുപ്പമുള്ള കാലമല്ലെന്നാണ് ഈ പറയുന്നത്. കാരണം പലപ്പോഴും നമ്മൾ വിതയ്ക്കുന്ന കാലം ഭയങ്കരമായ ബുദ്ധിമുട്ടും വളരെ ത്യാഗം, പലപ്പോഴും ഭയങ്കരമായ നിരാശ ഒക്കെ കാണും. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. മക്കളെ വളർത്തിയിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. പലപ്പോഴും ഒരു കുടുംബം നമ്മൾ പണിയുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടായി ഇതെല്ലാം, എല്ലാ കുടുംബത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മിക്കവാറും പലരും പഠനം കഴിഞ്ഞ്, സാധാരണ ഒരു ടിപ്പിക്കൽ കേസ് പറയുന്നത്, പഠനം കഴിഞ്ഞ് ഒരു ജോലിയിൽ പ്രവേശിച്ചു, കരിയർ ബിൽഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരുവിധം ജോലി, നല്ലൊരു ജോലി ആയിക്കഴിഞ്ഞാൽ ഉടനെ കല്യാണം ആലോചിക്കുമല്ലോ. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ ഉടനെ കല്യാണം ആലോചിച്ച്, പെൺകൊച്ചിനെ ആലോചിച്ച്, ആൺകൊച്ചിനെ ആലോചിച്ച് കല്യാണം നടന്നു. അപ്പോൾ 2 പേരുടെ ശമ്പളം അല്ലെങ്കിൽ ഒരാളുടെ ശമ്പളം കൊണ്ട് ചിലപ്പോൾ വളരെ ഞെരുക്കത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ആദ്യമേ എന്നെ ബേബി വേണ്ട, ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ബേബി മതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും ദൈവാനുഗ്രഹത്താൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും കുഞ്ഞങ്ങ് ഉണ്ടായി. വേണ്ടായിരുന്നതൊക്കെ ആദ്യം ചിന്തിക്കും. പക്ഷേ കുഞ്ഞിനെ കണ്ടപ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷം. പക്ഷേ അകത്തൊരു ടെൻഷനാണ്. അകത്ത് ഈ കുഞ്ഞിന് ആവശ്യമുള്ളത് എന്തെല്ലാം, കുഞ്ഞിന് ആവശ്യമുള്ള ഫുഡ്, ബേബി ഫുഡ്. സാധാരണ വലിയൊരു ആളെ വളർത്തുന്നതിനേക്കാൾ ചിലവാണ് ഒരു കുഞ്ഞിനെ വളർത്താൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, കാര്യങ്ങൾ നടക്കുമോ, ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ഡബിൾ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ വൈഫ് മാത്രം വീട്ടിലൊറ്റയ്ക്കാവും. അത്രയും മണിക്കൂറുകൾ ഒറ്റയ്ക്ക് കുഞ്ഞിനെ എങ്ങനെ നോക്കും. ഒരു 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 ലേഡിയെ ഹെൽപ്പിനെടുക്കാനുള്ളത് പോലും ഇങ്ങനെ ഒത്തിരി ഞെരുക്കത്തിലൂടെയും അധ്വാനിച്ചൊക്കെ ആയിരിക്കും ഒരു കുഞ്ഞു ജീവിതത്തിലേക്ക് സ്നേഹം, കരുതൽ ഇതെല്ലാം കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പല മാതാപിതാക്കളും ഒത്തിരി കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എൻ്റെ അടുക്കൽ വന്ന് അമ്മമാർ, പിതാക്കന്മാരൊക്കെ വന്ന് അവർ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ, മക്കളുടെ കാര്യം പറയുന്ന സമയത്ത് കണ്ണുനീർ പൊടിയുന്നതും, ചിലപ്പോൾ ഇതിങ്ങനെ ഒഴുകുന്നതും, ചിലപ്പോൾ വിതുമ്പുന്നതും, പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ചത്. അവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ കൈവിട്ടു. ചിലപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഇങ്ങോട്ട് സ്നേഹമില്ല, ബഹുമാനമില്ല, കരുതലില്ല, ഒന്നുമില്ലാതെ. അപ്പം നെഞ്ച് തകർന്ന്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ആ വിതയുടെ കാലം, വിത എന്ന് പറയുന്നത് നെൽവിത്തും ഗോതമ്പ് വിത്തും ചോളവും യവവും വിതയ്ക്കുന്ന കാര്യം മാത്രമല്ല, ജീവിതത്തിലൊരു പുഞ്ചിരി പോലും ഒരു വിതയാണ്. ഒരാളെ പണം കൊടുത്ത് സഹായിക്കുന്നത് സോയിങ് ആണ്, വിതയാണ്. സ്നേഹിക്കുന്നത് സോയിങ് ആണ്. കരുതുന്നത്, സാക്രിഫൈസ്, ഇതെല്ലാം വിതയ്ക്കലാണെന്നുള്ളത് മറക്കരുത്. ഇതെല്ലാം വിതയ്ക്കലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാപിതാക്കന്മാർ വിതയ്ക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ വിതച്ചു. അപ്പോൾ അത് പലപ്പോഴും പെയിൻഫുൾ സീസൺ ആയിരിക്കും. സങ്കീർത്തനങ്ങൾ 30:5 വായിച്ചു നോക്കി. വീപ്പിംഗ് മേ സ്റ്റേ ഫോർ ദ നൈറ്റ് ബട്ട് ജോയ് കംസ് ഇൻ ദ മോർണിംഗ്. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസിങ്കലോ ആനന്ദഘോഷം വരുന്നു. അങ്ങനൊരു വചനമില്ല. നിങ്ങൾ ബൈബിളിലുണ്ടോ? ഒന്ന് കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ രാത്രിയായപ്പോൾ
കരച്ചിൽ വന്ന് രാപാർക്കുകയാണ്. എന്ന് വെച്ചാൽ വീപ്പിംഗ് മേ സ്റ്റേ ഫോർ ദ നൈറ്റ്. രാത്രി മുഴുവൻ കണ്ണുനീര്, അതുപോലെയുള്ള വിഷയങ്ങളാണ്. തീ തന്നെയാണ്, നെരിപ്പോടിൻ്റെ അനുഭവമാണ്. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവും. അങ്ങനെ വേദനിച്ച രാത്രികൾ. പക്ഷേ രാവിലെ ആയപ്പോൾ ആനന്ദഘോഷം, ജോയ് കംസ് ഇൻ ദ മോർണിംഗ്. രാവിലെ ആയപ്പോൾ വലിയൊരു സന്തോഷം വരികയാണ്. പ്രഭാതം പുലരുമ്പോൾ സന്തോഷം. റോമലേഖനം 8:18 പ്രസൻറ്റ് സഫറിങ്സ് ആർ നോട്ട് വർത്ത് കമ്പയറിങ് വിത്ത് ദ ഫ്യൂച്ചർ ഗ്ലോറി. വരാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പം അനുഭവിക്കുന്ന കഷ്ടം ഒന്നുമല്ല. എന്ന് വെച്ചാൽ വിതയുടെ കാലമാണ്, അതൊന്നുമല്ല. കൊയ്ത്തിൻ്റെ കാലം, ഗ്ലോറിയസ് സീസൺ വരുന്നുണ്ട്. മുന്നോട്ട് നീട്ടി പറയാം. അടുത്തത് എബ്രായ ലേഖനം 12:11 നോക്കുക. ഡിസിപ്ലിൻ സീംസ് പെയിൻഫുൾ ബട്ട് പ്രൊഡ്യൂസസ് റൈച്ചസ്നെസ്. ഇപ്പോൾ ശിക്ഷണം, ഒരു ശിക്ഷണവും ഏതൊരു മാതാപിതാക്കൾ, ഏതൊരു പിതാവും കുഞ്ഞുങ്ങളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് പിള്ളേർക്ക് ഇഷ്ടമല്ല. വഴക്ക് പറയുന്നതോ പ്രബോധിപ്പിക്കുന്നതോ, അങ്ങനെയല്ല മോനെ ഇങ്ങനെയാണ്, മോളെ അങ്ങനെയല്ല, ഇതൊക്കെ പറയാൻ ആർക്ക് സാധാരണ ഇഷ്ടപ്പെടില്ല. എന്നാൽ അതിലൂടെ ഉണ്ടാകുന്നത് നീതിയുടെ വിളവെടുപ്പാണ്. പോയിന്റ് നമ്പർ 3 ഹാർവസ്റ്റ് കംസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇനി ഈ പറയുന്ന കൊയ്ത്ത് കൃത്യസമയത്ത് അല്ലെങ്കിൽ ശരിയായ സീസണിൽ വന്നിരിക്കും. കാരണം അവിടെ പറയുന്ന വെൽ റീപ്പ്, ദേ വിൽ ഡെഫിനറ്റ്ലി റീപ്പ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്തിരിക്കും. അതിൻ്റെ അർത്ഥം നിശ്ചയമായും ഒരു കൊയ്ത്തുണ്ട്. എൻ്റെ കണ്ണിലേക്ക് നോക്കുക പ്ലീസ്, എൻ്റെ കണ്ണിലേക്ക് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പരീക്ഷാകാലത്ത് അല്ലെങ്കിൽ അക്കാഡമിക്സിൻ്റെ കാലത്ത് സ്കൂളിൽ പോകാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും. പക്ഷേ പരീക്ഷയ്ക്ക് ശേഷം കഷ്ടപ്പെട്ടതിൻ്റെ വിളവെടുപ്പുണ്ടാവും. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ ഹാർവെസ്റ്റ് ഉണ്ടാവും. ബിസിനസ്സിന് വേണ്ടി ഒത്തിരി പ്രാരംഭഘട്ടങ്ങളിൽ സ്റ്റാഫില്ല, എല്ലാം ഒരാൾ തന്നെയൊക്കെ ചെയ്യുന്ന രീതിയായിരിക്കും. പക്ഷേ വൺസ് ആ ബിസിനസ് സാമ്രാജ്യമായി കഴിയുമ്പോൾ ഒരുപക്ഷെ 100 കണക്കിന് സ്റ്റാഫുമൊക്കെ ആയിട്ട് അതിൻ്റെ വിളവെടുപ്പ് വരാൻ തുടങ്ങും, അതിൻ്റെ പ്രോഫിറ്റും വരാൻ തുടങ്ങും. ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ വിളവെടുപ്പ് നിശ്ചയമായും വന്നിരിക്കും. പക്ഷെ ആദ്യകാലത്ത് നമുക്ക് ഈ ഹാർവസ്റ്റ് ഈസ് സർടെയിൻ ബട്ട് ഇറ്റ് ഫോളോസ് ഗോഡ്സ് ടൈമിങ്. ഒരു സമയമുണ്ട്, ആ സമയത്തെ ഇത് വരികയുള്ളൂ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. എല്ലായ്പ്പോഴും അത് വരികയില്ല, ദൈവത്തിൻ്റെ സമയത്താണ് ഇത് വരുന്നത്. ഗലാത്യലേഖനം 6:9 പറയുന്നത് യു വിൽ റീപ്പ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. മടുത്തു പോകാഞ്ഞാൽ, തളർന്നു പോകാഞ്ഞാൽ, നിർത്തിക്കളയാതിരുന്നാൽ, ക്വിറ്റ് ചെയ്യാതിരുന്നാൽ നിങ്ങൾ കൊയ്യും. ഇടയ്ക്ക് വെച്ചിട്ട് ഒരാൾ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ അത് മുളച്ച് വന്നിരിക്കും, വിളവെടുപ്പുണ്ടാകും, പക്ഷെ കൊയ്യാൻ ആളുണ്ടാവുകയില്ല. യാക്കോബിൻ്റെ ലേഖനം 5:7 പറയുന്നത് ദ ഫാമർ വെയിറ്റ്സ് ഫോർ ദ വാല്യുബിൾ ക്രോപ്പ്. കൃഷിക്കാരൻ വിലയേറിയ വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. വെയിറ്റ്സ് എന്നുള്ളൊരു വാക്കിനാണ് അവിടെ വെയിറ്റ് ഉള്ളത്. കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ സോയിങ്ങിനും റീപ്പിങ്ങിനിടയിൽ ഒരു വെയിറ്റിംഗ് സീസണുണ്ട്. വിതച്ചാൽ പിറ്റേ ദിവസം തന്നെ വിളവെടുപ്പ് ഉണ്ടാകണമെന്നില്ല, അതിനൊരു സമയമുണ്ട്. അതുവരെ അത് വളരാൻ, അത് മെച്യൂർ ആവാൻ, റൈപ്പാവാൻ ഒക്കെ ഒരു കാത്തിരിപ്പുണ്ട്. ഞാൻ ഇന്നൊരല്പം പ്രൊഫറ്റിക്കായിട്ട് നിങ്ങളുടെ കണ്ണിലോട്ടൊക്കെ നോക്കി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നിങ്ങൾ കണ്ണുനീരോടെ വിതച്ച അനുഭവങ്ങൾ കാണും. അത് ശുശ്രൂഷയിലുള്ളവരോട് പ്രത്യേകിച്ച് പറയുന്നു. ഒത്തിരി നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചത്. പലരുടെയും ഭവനങ്ങൾ സന്ദർശിച്ചു, ഇല്ലാത്ത സമയം ഉണ്ടാക്കി പലരുടെ അടുക്കൽ പോയിരുന്ന സുവിശേഷം അറിയിച്ചു. ഒത്തിരി നിങ്ങൾ കഷ്ടപ്പെട്ടു കണ്ണുനീരോടെ. എന്നിട്ട് തിരിച്ച് മുറിയിൽ വന്നിരുന്ന് കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും. അതാണ് കണ്ണുനീരോടെയുള്ള വിത. നല്ലൊരു ദിവസം അതിൻ്റെ ഒരു വിളവെടുപ്പുണ്ടാകും. നിത്യതയിൽ കളപ്പുരകളിലേക്കത് ശേഖരിക്കുകയും അല്ലെങ്കിൽ കൂട്ടിവെക്കുകയും ചെയ്യും. എക്ലീസിയാസ്റ്റസ് 3:2 എ ടൈം ടു പ്ലാന്റ് ആൻഡ് എ ടൈം ടു ഹാർവെസ്റ്റ്. നടുവാനൊരു കാലം, അതുപോലെ വിളവെടുപ്പിനും കൊയ്ത്തിനും ഒരു കാലമുണ്ട്. ആ കാലം വരെ നമ്മൾ കാത്തു നിൽക്കണം. ഒരു കൃഷിക്കാരൻ വിത്ത് വിതച്ചിട്ട് എല്ലാ ദിവസവും തിരഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. തിരഞ്ഞു നോക്കി അത് പോയി. പക്ഷേ അവിടെ ഇട്ട ശേഷം, ബറി ചെയ്ത ശേഷം, സീഡിൻ്റെ ശവസംസ്കാരമാണത് അല്ലേ. ഒരു വിത്തിൻ്റെ
ഫ്യൂണറൽ നിർവഹിച്ചു, ബറിയൽ നിർവഹിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പോയി വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് വരുമ്പോൾ ദൈവം അതിനകത്തുള്ള ജീവനെ വളർത്തിയെടുക്കും. അതിനൊരു ചെടിയായി, അല്ലെങ്കിൽ ഒരു വൃക്ഷമായി, ഒരു വള്ളിച്ചെടിയായി ഒക്കെ അത് മാറ്റിയെന്നിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും പോയി തിരയാത്തത് എന്തുകൊണ്ട്? അകത്ത് ദീർഘക്ഷമയുള്ളതുകൊണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, കൃഷിക്കാരനറിയാം ഇത്തിരി ടൈം എടുക്കും, പക്ഷേ ആ കൊയ്ത്ത് വന്നിരിക്കും എന്ന് അദ്ദേഹത്തിനുള്ളിൽ അറിയാം. നമ്പർ 4, ഹാർവസ്റ്റ് ബ്രിങ്സ് ജോയ് ഗ്രേറ്റർ ദാൻ ദ പെയിൻ. ഇനി കൊയ്ത്ത് വരുമ്പോൾ വേദനയ്ക്ക് പകരം, വേദനയേക്കാൾ അത് കൊണ്ടുവരുന്നത് എന്താണ്? ആനന്ദമാണ്, ആനന്ദഘോഷമാണ്, കൊയ്ത്ത് പാട്ടാണ്. എല്ലാ രാജ്യങ്ങളിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കൊയ്ത്തിനോടനുബന്ധിച്ച് എന്തുണ്ടായിരിക്കും? പാട്ടുണ്ടായിരിക്കും. കൊയ്ത്ത് പാട്ടെന്ന പേരിൽ തന്നെ ഒരു കാറ്റഗറി ഉണ്ട്, അതിനൊരു പ്രത്യേക ഈണമുണ്ട്, ഒരു പ്രത്യേക താളമുണ്ട്. അത് കേൾക്കുമ്പോഴേ നമുക്കൊരു ആവേശമുണ്ട്, കൊയ്യാനുള്ളൊരു ആവേശമുണ്ട്. അത് ആ പാട്ടിൻ്റെ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ റിതവും അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ ടോണും എല്ലാം കൂടി കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു കൊയ്ത്തിൻ്റെ പ്രതീതി വരും. അതൊരു സന്തോഷത്തിൻ്റെ, സെലിബ്രേഷൻ്റെ ഒരു പ്രതീതിയാണ്. ആ സമയത്ത് നമ്മുടെ അകത്തോട്ട് വരുന്നത് എന്താണ്? കൊയ്ത്തരിവാളുമായിട്ട് കുറേയധികം സ്ത്രീകൾ പോയി ഇങ്ങനെ കതിരി പിടിച്ച് ഇങ്ങനെ കൊയ്ത് തലയിൽ ചുമടായിട്ട് ഇങ്ങനെ പാട്ടുപാടിക്കൊണ്ട് പാടശേഖരങ്ങളിലൂടെ ഇങ്ങനെ കളപ്പുരകളിലേക്ക് വരുന്നൊരു പിക്ചറാണ് നമ്മുടെ അകത്തുള്ളത്. അത് ഇസ്രായേലിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സങ്കീർത്തനം ഉണ്ടായത്. വിതയ്ക്കുന്ന കാലം പലപ്പോഴും കണ്ണുനീരിൻ്റെ കാലമായിരിക്കാം, ദുഃഖത്തിൻ്റെ കാലമായിരിക്കാം, ഹൃദയം പൊട്ടിക്കീറുന്ന കാലമായിരിക്കാം, കഷ്ടത ഒത്തിരിയാണ്. എന്നാൽ കൊയ്ത്തിൻ്റെ കാലം പാട്ടിൻ്റെ കാലമാണ്, ആനന്ദത്തിൻ്റെ കാലമാണ്, ഒത്തിരി സന്തോഷത്തിൻ്റെ കാലമാണ്. സങ്കീർത്തനങ്ങൾ 30:11 യു ടേൺ മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്. നീ എൻ്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തു. എത്ര പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത്. വീണ്ടും ഞാൻ പ്രവചനാത്മാവിൽ ചിലരോട് ആത്മനിറവിൽ സംസാരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ കണ്ണുനീരിലായിരിക്കാം, വേദനയിലായിരിക്കാം, വെൻറ്റിലേറ്ററിലായിരിക്കാം, ICUവിലായിരിക്കാം, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ചിലരൊക്കെ രോഗാവസ്ഥയിലായിരിക്കാം, വല്ലാത്ത കടബാധ്യതയിലൂടെ പോയായിരിക്കും. എങ്ങനെ കടങ്ങൾ വീട്ടിൽ തീർക്കുമെന്നറിയാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ കാലം മാറും. ഞാനാ പറയുന്നത്, കാലങ്ങൾ മറിയും. ഇന്നത്തെ വൻകിട മുതലാളിമാർ തൊഴിലാളികളായി മാറാം. എനിക്ക് ഒത്തിരി പേര് അറിയാവുന്നുണ്ട്. വലിയ കമ്പനികൾ നടത്തി ഒത്തിരി പേർക്ക് ശമ്പളം കൊടുത്തവർ ഇന്ന് ശമ്പളക്കാരായി ചില സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കാലങ്ങളൊക്കെ മറിയും. എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നും അല്ല ടൈം പറഞ്ഞാൽ, അവരങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കണ്ണുനീര്, ഇന്നത്തെ അവസ്ഥയും കർത്താവ് എടുത്തു മാറ്റി കാലുകളുടെ ചലനത്തിന് വ്യത്യാസം വരും. ഞാൻ പറയുന്നത് എഴുതിയിട്ടോ, കമൻറ്റ് സെക്ഷനിൽ എഴുതിയിട്ടോ, നിങ്ങളുടെ കാലുകളുടെ ചലനത്തിന് വ്യത്യാസം വരും. അതായത് കരയുന്ന കാലത്ത് കാലുകൾ ചലിക്കുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ഓർഡറും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കും, ഓരോ ഓർഡറുമില്ല. എന്നാൽ ഡാൻസിങ്ങിൻ്റെ കാലം വരുമ്പോൾ കാലിൻ്റെ ചുവടുകൾ എങ്ങനെയാണ്? ദ്രുതഗതിയിലാണ്, അല്ലേ? ഭയങ്കരമായി. മറ്റേത് അങ്ങനെയല്ല. കരയുന്ന കാലത്ത് അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് കരഞ്ഞു, അവിടെ നിന്ന് കരഞ്ഞു, ചിലപ്പോൾ കാല് ചലിക്കുന്നില്ല. എന്നാൽ കാലുകളിൽ ഒരു നൃത്തം കൊണ്ടുവരാൻ കർത്താവ് കാലഗതികളെ മാറ്റി കണ്ണുനീരിൻ്റെ കാലത്തെ സന്തോഷത്തിൻ്റെ കാലമായി, പാട്ടിൻ്റെ കാലമായി, ആനന്ദ നൃത്തത്തിൻ്റെ കാലമായി കർത്താവ് മാറ്റും. എഴുതിയിട്ടു, ഞാൻ പറയുന്നത് എഴുതിയിട്ടു. യെശയ്യാവ് 61:3 ഗാർമെൻ്റ് ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡെസ്പെയർ. അവിടെ പറഞ്ഞിരിക്കുന്നത്, വിഷണ്ണ മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി കർത്താവ് തരും. സ്തുതിയുടെ മേലങ്കി, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ, പാടാൻ, ആർപ്പിടാൻ. യോഹന്നാൻ 16:21 ജോയ് ആഫ്റ്റർ സോറോ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, നിങ്ങളുടെ വിലാപങ്ങളൊക്കെ നൃത്തമായി മാറും. അവിടെ കർത്താവ് പറയുന്നു. അപ്പോൾ കർത്താവിന് സീസൺസ് ഓഫ് ടീയേഴ്സിനെ സീസൺസ് ഓഫ് സെലിബ്രേഷനാക്കി മാറ്റാൻ പറ്റും. അതിന് നല്ലൊരു ഇതാണ്, ഒരു ലേബർ റൂമിലോട്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയെ കൊണ്ടുപോകുന്നു. പെയിൻ, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു പെയിൻഫുൾ സീസണിലൂടെയാണ് ആ സമയത്ത് പോകുന്നത്. ഓക്കെ, ബട്ട് വൺസ് ദ ബേബി ഈസ് ഔട്ട്, ടേക്കൻ ഔട്ട്, കുഞ്ഞ് വന്ന്
അതിനെ മാറിലോട്ടങ്ങ് ഇടുമ്പോൾ ഓ മൈ ഗോഡ്, ഒരൊറ്റ സ്പ്ലിറ്റ് സെക്കൻഡോടെ എല്ലാ വേദനയും മറന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ദൈവത്തിൻ്റെ മെക്കാനിസം അങ്ങനെയാണ്. നമ്മളായിരിക്കും ഇനി ഒരിക്കലും നമ്മൾ ചിരിക്കില്ല, നമ്മൾ ഒരിക്കലും സന്തോഷിക്കില്ല. ഞാനങ്ങനെ ചിന്തിച്ചവനാണ്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ച സമയങ്ങളുണ്ട്. ഞാൻ ഇനി ചിരിക്കില്ല, സന്തോഷിക്കില്ല, പാട്ട് പാടില്ല, എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടരില്ല എന്ന് ചിന്തിച്ച ഒത്തിരി സമയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ സീസൺ കർത്താവ് മാറ്റി. ഇന്നെല്ലാവരെയും നോക്കി ചിരിക്കാൻ കർത്താവ് എന്നെ സഹായിക്കുന്നു. എൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റി. സന്തോഷം അകത്ത് കർത്താവ് തന്നു. അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന സന്തോഷം, കാശുണ്ടാകുമ്പോഴും അതുണ്ടാകുമ്പോഴും കിട്ടുന്ന സന്തോഷമൊന്നുമില്ല. കർത്താവിലെ സന്തോഷം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവിലെ സന്തോഷം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും, ഒരു സീസൺ ചേഞ്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക സീസൺ ചേഞ്ച്. കമോൺ എല്ലാവരും, സീസൺ ചേഞ്ച്. എൻ്റെ കാലം മാറുന്നു. മൈ സീസൺ ഈസ് ചേഞ്ചിങ്. ടൈപ്പ് ചെയ്യുക. കണ്ണുനീരിൻ്റെ കാലം, മുറവിളിയുടെ കാലം, മാറത്തടിച്ച് വിലപിക്കുന്ന കാലം, വിലാപകാലം മാറുന്നു. നൃത്തത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ കാലം, കൊയ്ത്ത് കാലം വരുന്നു. എത്ര പേർ, ഞാൻ പറയുന്നത് ഇത് ജീവിതത്തിൽ വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. ഓരോരുത്തരും കമൻറ്റ് സെക്ഷനിലിടുമ്പോൾ എനിക്കിതിനാണോ ജോലി? വേണ്ട, ആവശ്യക്കാർ മാത്രം ചെയ്താൽ മതി. കർത്താവെ, അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലൊരു സീസൺ ചേഞ്ച് ആവശ്യമാണ്. ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. കൈകൾ നീട്ടാമോ? കർത്താവ്, ഇന്ന് രോഗത്തിലായിരിക്കുന്നവർ, മാനസികമായ ദുഃഖത്തിലായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ചേഞ്ച് അവർക്കും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസറോ അതല്ലെങ്കിൽ ലംബോ അങ്ങനെയുള്ള വിഷയങ്ങളുമായി പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ കർത്താവ് എല്ലാവർക്കും കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. ഈ വയറിനകത്ത്, കുടലിനകത്ത് അൾസറുകളോ പ്രശ്നങ്ങളോ ഉള്ള ആരെങ്കിലും ഉണ്ടോ? സ്റ്റൊമക്കിനകത്ത്, വയറിനകത്തുള്ള മുഴകളോ പ്രയാസങ്ങളോ, യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ബ്ലീഡിങ് നിൽക്കട്ടെ. വലിയൊരു ആശ്വാസവും സൗഖ്യം എല്ലാവർക്കും കൊടുക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തേതും എല്ലാവർക്കും ദയവായി അയച്ചു കൊടുക്കണം. നിങ്ങൾക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, കമ്മ്യൂണിറ്റികളിലിടാം, ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിലിടാം, സ്റ്റേറ്റസ് ഇടാം. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടാൻ മറക്കരുത്. ഒരു ലൈക്ക് കൊടുക്കുക. എനിക്കല്ല, യേശുവിനും അവൻ്റെ വചനത്തിന്. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ബൈ.